ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കുറച്ച് ടോപ്പിക്കുകളെ കുറിച്ചുള്ള റിവിഷൻ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ള ഏകദേശം ഒരു 50% പോർഷൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് കവർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഹീറ്റും ടെമ്പറേച്ചറും ഇത് നോർമലായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്ന രണ്ട് പദങ്ങളാണ് അല്ലേ? പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി which make us hot or cold. നമുക്ക് ചൂടോ അല്ലെങ്കിൽ തണുപ്പോ നൽകുന്ന തരത്തിലുള്ള എനർജിയെ, ഊർജത്തെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് എന്ന് പറഞ്ഞത് അല്ലേ? ഇനി ഹീറ്റിന്റെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റിന്റെ SI യൂണിറ്റ് തന്നെയാണ് ജൂൾ തന്നെയാണ് അല്ലേ? അത് കൂടാതെ അഡീഷണൽ ആയിട്ട് 3 യൂണിറ്റുകളെ കുറിച്ചും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ടെമ്പറേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹീറ്റിനെ നമുക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്ത് ചെയ്യണം, മെഷർ ചെയ്യേണ്ടി വരും അല്ലെ? എത്രമാത്രം ഹോട്ടായി എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ മെഷർമെന്റ് ആണ് ഈ ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The degree of hotness or coldness of a body is known as temperature. എത്രമാത്രം ഹോട്ട് ആണ് അല്ലെങ്കിൽ എത്രമാത്രം കോൾഡ് ആണെന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഡിഗ്രിയെ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ ഹീറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, എനർജി എന്ന് പറഞ്ഞു. ഇനി ഹീറ്റിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് കേട്ടോ. ഹീറ്റിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് കലോറിമീറ്റർ എന്ന് പറയും. എന്താണ് പറയുന്ന പേര്? കലോറിമീറ്റർ എന്നാണ് ഹീറ്റിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് പേര്. ഇവിടെ നമ്മൾ ഹീറ്റിന്റെ 3 യൂണിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ യൂണിറ്റ് കലോറിയാണ്, രണ്ടാമത്തെ യൂണിറ്റ് CHU ആണ്, മൂന്നാമത്തെ യൂണിറ്റ് BTU ആണ്. കലോറി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് 1 കലോറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 1 ഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചറിനെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ അല്ലെങ്കിൽ ഉയർത്തുവാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് 1 കലോറി. അതായത് 1 ഗ്രാം ലിക്വിഡിന്റെ അല്ലെങ്കിൽ വെള്ളത്തിന്റെ, ഇവിടെ വെള്ളമാണ് നമ്മൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് കേട്ടോ, കാരണം നമ്മുടെ യൂണിവേഴ്സൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ജലമാണ്. അപ്പോൾ 1 ഗ്രാം ജലത്തിന്റെ ടെമ്പറേച്ചറിനെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് കലോറി. അതാണ് 1 കലോറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് 1 കലോറി. ഇനി അടുത്തത് CHU. CHU എന്ന് പറഞ്ഞാൽ സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. CHU എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ്. അതായത് മെട്രിക് സിസ്റ്റത്തിനകത്ത് ഹീറ്റിനെ പറയുന്നതാണ് സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് 1 pound ഓഫ് പ്യൂർ വാട്ടറിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് 1 CHU. ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. 1 പൗണ്ട് ജലത്തിന്റെ ടെമ്പറേച്ചറിനെ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ എത്രമാത്രം ഹീറ്റ് ആവശ്യമാണോ ആ എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് 1 CHU, സെന്റിഗ്രേഡ് ഹീറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊന്ന് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. ഇവിടെ നമ്മൾ പറയുന്നതാണ് 1 പൗണ്ട് ഓഫ് പ്യൂർ വാട്ടറിന്റെ ടെമ്പറേച്ചറിനെ 1 ഡിഗ്രി ഫാരനൈറ്റ് ഉയർത്തുവാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് 1 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. അതായത് ഇവിടെ രണ്ടും പറയുന്നത് തന്നെ 1 പൗണ്ട് ആണ് അല്ലെ? ബ്രിട്ടീഷ് സിസ്റ്റത്തിനകത്ത് മാസിനെ ഉപയോഗിക്കാൻ അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പൗണ്ട്. അപ്പൊ 1 പൗണ്ട് ലിക്വിഡിന്റെ അല്ലെങ്കിൽ പ്യൂർ വാട്ടറിന്റെ ടെമ്പറേച്ചറിനെ 1 ഡിഗ്രി ഫാരനൈറ്റ് ഉയർത്തുവാൻ ആവശ്യമായിട്ടുള്ള എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ആവശ്യമുണ്ടോ ആ
ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് 1 ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഹീറ്റുമായി ബന്ധപ്പെട്ട യൂണിറ്റുകൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ടെമ്പറേച്ചർ എന്താണെന്ന് പറയാൻ പോകുന്നത്. ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? The degree of hotness or coldness of a body is known as temperature. അല്ലേ? അപ്പൊ നോക്കിക്കേ, ടെമ്പറേച്ചറിന്റെ 4 യൂണിറ്റുകൾ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? കെൽവിൻ തന്നെയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഹീറ്റിന്റെ SI യൂണിറ്റ് എന്താണ്? ഹീറ്റിന്റെ SI യൂണിറ്റ് ജൂൾ ആണ് എന്ന് പറഞ്ഞ പോലെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കെൽവിൻ ആണ്. ഓക്കെ, അതുകൂടാതെ 3 ഡിഫറെന്റ് സ്കെയിലുകളിൽ ടെമ്പറേച്ചറിന്റെ യൂണിറ്റിനെ നമ്മൾ പറയാറുണ്ട്. ഒന്നാമത് കെൽവിൻ, രണ്ടാമത് സെന്റിഗ്രേഡ് അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ പറയുന്നത് സെന്റിഗ്രേഡ് സ്കെയിലിൽ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നതാണ്. അതേപോലെ ഫാരൻഹീറ്റ്, അതായത് ഡിഗ്രി ഫാരനിൽ നമ്മൾ ടെമ്പറേച്ചറിനെ പറയുന്നു. അതുപോലെ തന്നെ നാലാമതൊരെണ്ണമാണ് റൂമർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് ഡിഗ്രി റൂമറിലാണ് നമ്മൾ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഈ മീറ്റർ സ്കെയിൽ ഉണ്ടെങ്കിൽ മീറ്ററിലാണ് അളക്കാൻ പറ്റുക അല്ലെ? അതേപോലെ തന്നെ നമ്മൾ അളക്കാൻ തുടങ്ങുന്ന സാധനത്തിന് മീറ്ററിലല്ല അളക്കുന്നത്, അടിയിലാണ് അളക്കുന്നത്. അതായത് നമ്മൾ ടേപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിൽ എന്താണ് മീറ്റർ സ്കെയിൽ റീഡിംഗ് ഉണ്ടായിരിക്കും, ഓപ്പോസിറ്റ് സൈഡിൽ എന്തായിരിക്കും ഇത്ര അടി നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ രണ്ട് ഡിസ്റ്റൻസിന് അളക്കുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതെല്ലാം എന്തിനെ അളക്കുന്ന യൂണിറ്റുകൾ തന്നെയാണ്? ടെമ്പറേച്ചറിനെ അളക്കുന്ന ഡിഫറെന്റ് സ്കെയിലുകളിൽ അത് അളക്കുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്കെയിലുകളിലൊക്കെ ഫ്രീസിംഗ് പോയിന്റ് എന്താണ്, ബോയിലിംഗ് പോയിന്റ് എന്താണ് എന്നൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്താ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആദ്യമേ നോക്കാം. എന്താ ഫ്രീസിംഗ് പോയിന്റ്? ഫ്രീസിംഗ് പോയിന്റിനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഐസായി മാറുന്ന ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ, ഒരു ഫിക്സഡ് പ്രഷറിൽ വെള്ളം എന്ത് ചെയ്യുന്നു ഐസായി മാറുന്ന ആ ഫിക്സഡ് ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഫ്രീസിംഗ് പോയിന്റ്. ഇതിനെ നമ്മൾ വേറൊരു പേര് പറയും, മെൽറ്റിംഗ് പോയിന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ടാവും. ഫ്രീസിംഗ് പോയിന്റ് തന്നെയാണ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പോ കെൽവിൻ സ്കെയിലിലേക്ക് നമുക്ക് ആദ്യം പോയി കഴിഞ്ഞാൽ കെൽവിൻ സ്കെയിൽ പറയുന്നതാണ് 273 കെൽവിനാണ് എന്ത് വെള്ളം ഫ്രീസായി ഐസായി മാറുന്ന ഫിക്സഡ് ടെമ്പറേച്ചർ. അതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് കെൽവിൻ സ്കെയിലിൽ പറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 373 കെൽവിനാണ് വെള്ളം തിളച്ച് നീരാവിയായി മാറാനായിട്ട് എന്നുണ്ടെങ്കിൽ സ്റ്റീമായി മാറാനായിട്ട് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പൊ നമുക്കൊരു കാര്യം നോക്കാം. ഇവിടെ ഈ ഫ്രീസിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു ഗ്ലാസിനകത്തുള്ള ഒരു വെള്ളം നമ്മൾ എടുത്തത് എന്താണ് ഫ്രീസറിൽ വെച്ചേക്കുക. ഈ വെള്ളം കംപ്ലീറ്റ് ഐസായി മാറുമ്പോൾ അതായത് 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ വേണ്ട 273 കെൽവിനിലുള്ള ജലമാണ് ഇവിടെ ഇരിക്കുന്നത് വിചാരിക്കുക. ആ ജലം കുറേശ്ശെ ഐസായി കംപ്ലീറ്റ് ആയിട്ടും ഫ്രീസ് ആയി മാറുന്ന ടെമ്പറേച്ചർ എത്ര തന്നെയായിരിക്കും? 273 കെൽവിൻ തന്നെയായിരിക്കും. മനസ്സിലായോ? അതായത് വിതൗട്ട് ചേഞ്ചിങ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാതെ അതിന്റെ ഫിസിക്കൽ സ്റ്റാറ്റസ് മാറുന്ന ഫിക്സഡ് ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ സമയത്ത് എന്താണ് ഫ്രീസ് ചെയ്യുമ്പോഴത്തേനും ഇതിനകത്ത് ഹീറ്റ് എടുത്തോണ്ടിരിക്കുക അല്ലെ? വെള്ളത്തിൽ നിന്ന് നമ്മൾ ഹീറ്റിനെ പുറത്തോട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് അതിന്റെ ടെമ്പറേച്ചർ താഴ്ന്നതാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഫിസിക്കൽ കണ്ടീഷൻ മാറി എന്തായി മാറുന്നത് ഐസായി മാറുന്നത്. അപ്പൊ അതാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ വെള്ളം അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്കാക്കി മാറാനായിട്ട് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മാറുന്ന ആ ഫിക്സഡ് ടെമ്പറേച്ചറിനെ വിളിക്കുന്നവരാണ് 373 കെൽവിൻ. ഓക്കെ, ഇനി അടുത്തത് സെന്റിഗ്രേഡ് സ്കെയിൽ ആണെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ടെമ്പറേച്ചർ സ്കെയിലാണ് സെന്റിഗ്രേഡ് സ്കെയിൽ. അവിടെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും.
അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആയി. ഇനി അടുത്ത ഫാരൻഹീറ്റ് സ്കെയിൽ. ഹോസ്പിറ്റലിൽ നമ്മൾ തെർമോമീറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചറിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ചുകൂടി സെന്റിഗ്രേഡ് സ്കെയിലിനേക്കാൾ കൃത്യതയാർന്ന സ്കെയിലാണ് ഫാരൻഹീറ്റ് സ്കെയിൽ. കാരണം അതിന്റെ ക്വാണ്ടിറ്റി വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ. അപ്പം ഫാരൻഹീറ്റ് സ്കെയിലിനകത്ത് 32 ഡിഗ്രി ഫാരൻ ആണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 ഡിഗ്രി ഫാരൻ ആണ്. അപ്പൊ 32 ഡിഗ്രി ഫാരനിൽ വെള്ളം ഏത് സ്റ്റേറ്റിലായിരിക്കും? ഐസോ അല്ലെങ്കിൽ നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും ഉള്ളത്. ഇനി 212 ഡിഗ്രി ഫാരൻ ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ ഫാരൻഹീറ്റ് സ്കെയിൽ. ഫാരൻഹീറ്റ് സ്കെയിലിനകത്ത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻ ആയിരിക്കും. ഇനി അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റീമർ സ്കെയിൽ എന്ന് പറയും. ആ റീമർ സ്കെയിലിനകത്ത് 0 ഡിഗ്രി റീമർ ആണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അതേപോലെ തന്നെ 80 ഡിഗ്രി റീമർ ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. അപ്പം ഇതിന്റെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഏതെങ്കിലും 1, 2, 3 ഇത്രയും 8 പാർട്ടുകളുണ്ട്. ഈ 8 പാർട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചതുപോലെ അപ്പൊ ഇത്രയൊക്കെയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇൻ റീമർ സ്കെയിൽ. റീമർ സ്കെയിൽ എന്താണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ? അത് 80 ഡിഗ്രി ആണ്. അതിനകത്ത് 4 ഓപ്ഷൻ ആണ്, 4 ഡിഫറെന്റ് ആയിരിക്കും. അതിനകത്ത് ഒരു ഓപ്ഷൻ എന്തായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എത്രയാണ്? 80 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിഫറെന്റ് ടെമ്പറേച്ചർ സ്കെയിലുകളിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കാം, ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യാം. നോക്കിയേ, ഇവിടെ C/100 ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. C/100 is equal to F minus 32 divided by 180 equal to RA divided by 80. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കേ, ഇവിടെ സൂചിപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്കെയിലുള്ള റീഡിങ്ങിനെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് 25 ഡിഗ്രി സെൽഷ്യസിലുള്ള ആ വാല്യൂവിനെ ഡിഗ്രി ഫാരനിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഒരു സ്കെയിലിൽ നിന്നും വേറൊരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. അതായത് C/100 equal to F minus 32 divided by 180 is equal to RA divided by 80. എന്താണ് ഇവിടെ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്? 3 എണ്ണം. അത് ഇതാണ്. അതായത് ഈ സ്കെയിലിനെ, അതായത് കെൽവിൻ സ്കെയിൽ ആണെങ്കിലും സെന്റിഗ്രേഡ് സ്കെയിൽ ആണെങ്കിലും ഫാരൻഹീറ്റ് സ്കെയിൽ ആണെങ്കിലും റൂമർ സ്കെയിൽ ആണെങ്കിലും 273 കെൽവിൻ മുതൽ 373 കെൽവിൻ വരെയുള്ള ഭാഗത്തെ 100 തുല്യ ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. 100 ഡിവിഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ സെന്റിഗ്രേഡ് സ്കെയിൽ ആണെങ്കിലും 0 മുതൽ 100 വരെ 100 ഈക്വൽ ഡിവിഷൻസ് ഉണ്ട്. എത്രയുണ്ട്? 100 ഈക്വൽ ഡിവിഷൻസ് ഉണ്ട്. ഇനി ഫാരൻഹീറ്റ് സ്കെയിലാണെങ്കിൽ 32 ഡിഗ്രി ഫാരൻ മുതൽ 212 ഡിഗ്രി ഫാരൻ വരെ 180 ഈക്വൽ ഡിവിഷൻസ് ഉണ്ട്. ഈ സ്കെയിലിനകത്ത് 32 ഡിഗ്രി ഫാരൻ മുതൽ 212 ഡിഗ്രി ഫാരൻ വരെ 180 ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നാലാമത്തെ റീമർ സ്കെയിൽ ആണെന്നുണ്ടെങ്കിലോ 80 ഡിവിഷൻസ് ആക്കി തിരിച്ചിട്ടുണ്ട്. 0 മുതൽ 80 റീമർ വരെ 80 ഡിവിഷൻ ആക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഡിനോമിനേറ്റർ വന്നിരുന്നത്. സെന്റിഗ്രേഡ് സ്കെയിൽ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലുള്ള ഡിനോമിനേറ്റർ 100, അതിന്റെ ഡിവിഷന്റെ എണ്ണം. ഇനി F-32 എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കാണേണ്ട ടെമ്പറേച്ചർ. ഇനി 32 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, ലോവസ്റ്റ് ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 180. ഈ 180 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാരൻഹീറ്റ് സ്കെയിലിനകത്തുള്ള നമ്പർ ഓഫ് ഡിവിഷന്റെ എണ്ണമാണ്. ഇനി മൂന്നാമത് RA ഡിവൈഡ് ബൈ 180 80. അതെന്താണ്? RA എന്ന് പറഞ്ഞാൽ റൂമർ സ്കെയിലിന്റെ വാല്യൂ ഡിവൈഡ് ബൈ 80 എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിനോമിനേറ്റർ ആണ്. ഇവിടെ ഈ ഇക്വേഷൻ മാത്രം ഒരു F-32 ഉണ്ട് അല്ലേ? നമുക്ക് കാണേണ്ട ടെമ്പറേച്ചർ, അതിന്റെ ഫ്രീസിംഗ് പോയിന്റ്.
ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ C മൈനസ് 0 ഉണ്ട്, RE മൈനസ് 0 ഉണ്ട്. കാരണം എന്താണ്? C മൈനസ് നോക്കിയേ, സെന്റിഗ്രേഡ് സ്കെയിലിൽ നമ്മുടെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാ? 0 ആണ്. അതുകൊണ്ട് ആ മൈനസ് 0 നമ്മൾ എഴുതിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. മൈനസ് 0 എന്ന് പറഞ്ഞാൽ വാല്യൂ ഒന്നുമില്ല അല്ലേ? അപ്പോൾ റിവേഴ്സ് സ്കെയിലാണെങ്കിലും ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എത്രയാണ്? 0 തന്നെയാണ്. അപ്പോൾ ലോവസ്റ്റ് വാല്യൂ മൈനസ് 0 എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് അതിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഫാരൻഹീറ്റ് സ്കെയിലിൽ കാണേണ്ട ടെമ്പറേച്ചർ മൈനസ് ഫ്രീസിംഗ് പോയിന്റ് 32 ആയതുകൊണ്ട് അത് എഴുതിയിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ ഇത്ര ഡിവിഷൻ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഇക്വേഷൻ തന്നെ ഒന്നുകൂടെ സോൾവ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് കാണാൻ പഠിച്ചാൽ മതി കേട്ടോ. അതായത് ഇതിന്റെ എല്ലാം ഈക്വൽ ടു എല്ലാം എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ C/5 F - 32/9 അതുപോലെ തന്നെ RA / 4 എന്നും നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ഓവറോൾ പറയുന്നത് ഹീറ്റ് എന്താണ്, ടെമ്പറേച്ചർ എന്താണ്, ഹീറ്റിന്റെ 3 യൂണിറ്റുകൾ എന്താണ്, ഹീറ്റിനെ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹീറ്റിനെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന കലോറിമീറ്റർ ആണ്. അതുപോലെ ടെമ്പറേച്ചർ എന്താണ്, ആ ടെമ്പറേച്ചറിനെ അളക്കുന്ന 4 സ്കെയിലുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും, അത് ഡിഫറൻറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്താണ്, സെന്റിഗ്രേഡ് സ്കെയിൽ എന്താണ്, ഫാരൻഹീറ്റ് സ്കെയിൽ എന്നാണ്, റീമർ സ്കെയിൽ എന്നാണ്. ഇനി എങ്ങനെയാണ് ഈ സ്കെയിലുകൾ തമ്മിൽ ടെമ്പറേച്ചറിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ മാറ്റാൻ പറ്റുന്നത്, ഒരു സ്കെയിലിൽ നിന്നും വേറൊരു സ്കെയിലിലേക്ക് ടെമ്പറേച്ചറിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള ഇക്വേഷനും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകളിൽ നോക്കിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.